ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. ഞാൻ സെയിൽ ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ളതും നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതുമാണ്. ഇതിലേക്കായി നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള പാല് 1/2 കപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇവ നന്നായി മിക്സ് ചെയ്യുക. ശേഷം 20 ഗ്രാം ബട്ടർ, അതായത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വരും. പിന്നെ ഒരു മുട്ട, ഒരു നുള്ള് ജാതിക്ക പൊടിച്ചത്. ഇത് കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ചേർക്കുന്നത് നമ്മുടെ ഡോണറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ 300 ഗ്രാം മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഗ്രാം അളവിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിരിക്കുന്നത്. കപ്പ് അളവിലും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ് അളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ എടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് കണക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒരു കൗണ്ടർ ടോപ്പിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മാറ്റിലോ ഇട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് മൂടി വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ചാലും മതി. ഇത് നമുക്ക് 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതേസമയം മാവ് നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും ഇരട്ടി പരുവത്തിലായി കഴിയുമ്പോൾ ഇതുപോലെ എടുത്ത് ഒരു മാറ്റിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. വീണ്ടും നമുക്ക് ഇത് കുഴക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നൈസായിട്ടോ വളരെ കട്ടിയായിട്ടോ നമുക്ക് പരത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. ഒരു ഇടത്തരം, അതായത് ചപ്പാത്തിയേക്കാളും കട്ടിയായിരിക്കണം, നൈസാവാനും പാടില്ല. ഇതുപോലെ ഒരു കുക്കി കട്ടർ ഉണ്ടെങ്കിൽ നമ്മളത് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 300 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 എണ്ണത്തോളം കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ അതിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിടണ്ടേ, നടുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നോസിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പുണ്ടായിരുന്ന അത് യൂസ് ചെയ്ത് ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് നമ്മളിത് വീണ്ടും നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കും.